നാറ്റോ സഖ്യത്തിലെ 75ാം ആനുവൽ സമ്മിറ്റ് വാഷിംഗ്ടണിൽ നടന്നവസാനിച്ചു. ഈ നടന്നവസാനിച്ച നാറ്റോ സമ്മിറ്റിൽ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ലോകത്തിന്റെ സമാധാനത്തിനായി നന്മയ്ക്കായി ഞങ്ങൾ സംസാരിച്ചുവെന്ന് നാറ്റോയും നാറ്റോയിലെ നാടുകളും ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറഞ്ഞു. ഇതിൽ പല കാര്യങ്ങൾ എന്നത് റഷ്യക്കെതിരെയാണ് സംസാരിച്ചത്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധം. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ തോൽപ്പിക്കാനും ഉക്രൈനെ വിജയിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാം, ആർട്ടിക് കടൽ ഭാഗത്ത് നാറ്റോയുടെ ആധിപത്യം നിലനിർത്താൻ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ F-16 വരവ് അടുത്ത ചില മാസത്തിൽ, അതായത് ഒരു 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനിലേക്ക് വരുമെന്നും പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സമ്മിറ്റിലൂടെ സംഭവിച്ചു. മറ്റൊരു ഭാഗത്ത് റഷ്യയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പോയതിനെ തുടർന്ന് ഒരു ബ്ലഡി ക്രിമിനലിനെ നിങ്ങൾ ഹഗ് ചെയ്തു. ഉക്രൈൻ ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നശിപ്പിക്കാൻ തയ്യാറായി എന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്കെതിരെയും സംസാരിക്കാൻ തുടങ്ങി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. നാറ്റോയുടെ 75ാമത്തെ സമ്മിറ്റ് വാഷിംഗ്ടണിൽ അവസാനിച്ചതിന് ശേഷം എല്ലാവരുടെയും ഒരു സംസാര വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അടുത്ത ചില ദിവസത്തിൽ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇലക്ഷനിൽ ബൈഡൻ ജയിച്ചാൽ നാറ്റോയെ കുറിച്ച് എത്ര വലിയ രീതിയിലാണോ സംസാരിക്കാൻ പോകുന്നത്, അതിലും വലിയ രീതിയിലായിരിക്കും ട്രംപ് ജയിച്ചതിന് ശേഷം നാറ്റോയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നാറ്റോയുടെ പങ്ക് എന്താണ്, നാറ്റോ കാരണം എത്രത്തോളം സഹായം റഷ്യക്കെതിരായി ഉക്രൈന് ചെയ്യുന്നുണ്ട്, ഇവയെല്ലാം നമുക്ക് വ്യക്തമായി അറിയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിലൂടെ അത് സംസാരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സഹായങ്ങൾ ഇതിനു മുൻപ് M1 എബ്രാംസിനെ കൊടുത്തതായാലും പാട്രിയോട്ടിനെ കൊടുത്തത്, ഇങ്ങനെ നാറ്റോ നാടുകളെല്ലാം ചേർന്ന് ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉക്രൈനെ സഹായിക്കുന്ന 52 നാടുകൾ ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സെലൻസ്കിക്ക് ഈ സഹായങ്ങൾ തികഞ്ഞോ, അല്ലെങ്കിൽ സെലൻസ്കി ഇതെല്ലാം തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ അതാണ് സംഭവിക്കാത്തത്. ഇപ്പോൾ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് M1 എബ്രാംസ് ഞങ്ങൾ വിചാരിച്ചതുപോലെ അത് പ്രവർത്തിച്ചില്ല, ഞങ്ങളുടെ വിശ്വാസത്തെ അത് നശിപ്പിച്ചു. M1 എബ്രാംസിനെ സംബന്ധിച്ച് അതൊരു ഡിസാസ്റ്റർ വെപ്പണായി മാറിയെന്ന് അമേരിക്കൻ മെയ്ഡ് വെപ്പൺസിനെ എതിർത്തുകൊണ്ട് തുറന്നു പറയാൻ തുടങ്ങി. ഇതൊരു മാജിക് വെപ്പണാണ്. ഈ വെപ്പൺ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് റഷ്യയെ ഉക്രൈന്റെ അതിർത്തിയിൽ നിന്നും പുറകിലേക്ക് തള്ളാൻ കഴിയുമെന്ന് 4 മാസങ്ങൾക്ക് പറഞ്ഞ അതേ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ ഈ ടാങ്ക് മുഴുവനും വേസ്റ്റ് ആണ്, ഇതിനെ റഷ്യ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു, ഇത് ഞങ്ങൾക്ക് ബാറ്റിൽ ഫീൽഡിൽ യാതൊരു സഹായവും തന്നില്ല എന്ന് തുറന്നു തന്നെ പറഞ്ഞു. ശരി, അതോടുകൂടി അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. നാറ്റോയുടെ സഹായം എന്നത് ഞങ്ങൾക്ക് പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനിൽ ബൈഡൻ തോൽക്കുകയാണെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. എത്രത്തോളം സഹായം ഇലക്ഷന് മുൻപ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നൽകിയാൽ മാത്രമേ, അതായത് നേരത്തെ പറഞ്ഞ 60 ബില്യൺ, അതുപോലെ വീണ്ടും വരാനായിട്ടുള്ള പല സഹായങ്ങൾ, ഇതെല്ലാം നിങ്ങൾ തന്നാൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് റഷ്യയെ എതിർത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കൂ എന്ന് ഒരു വലിയ ലിസ്റ്റ് തന്നെ സെലൻസ്കി ചോദിക്കാൻ തുടങ്ങി. യൂറോപ്യൻ യൂണിയനും സെലൻസ്കിക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഹംഗേരിയുടെ പ്രൈം മിനിസ്റ്റർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് നാടുകളെ മീറ്റ് ചെയ്തു. ഇത് റഷ്യക്ക് നല്ലൊരു വാർത്തയാണ്. ഉക്രൈന് ഇത് നല്ല കാര്യമേ അല്ല. കാരണം ഹംഗേരിയെ സംബന്ധിച്ച് ഒരു പ്രോ റഷ്യൻ സ്റ്റാൻഡേർഡ് ഉള്ള നാടാണ്. അവർ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ റൊട്ടേഷണൽ പ്രസിഡന്റുമാണ്. അവർ യൂറോപ്യൻ യൂണിയനിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്താൽ അത് ഉക്രൈനിനോ സെലൻസ്കിക്കോ വലിയൊരു പ്രശ്നം തീർച്ചയായും ഉണ്ടാക്കും. ഇതിനിടയിൽ UK ഒരു അറിയിപ്പ് കൊടുത്തു. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരുപാട് ദിവസമായി നടക്കുന്നുണ്ട്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ആവശ്യമായ സഹായം പ്രൈം മിനിസ്റ്റർ മാറിയതിനു ശേഷം ഞങ്ങൾ കുറയ്ക്കുമോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട. ഒരു വർഷത്തിൽ കുറഞ്ഞ പക്ഷം 3 ബില്യൺ യൂറോസ്, 1 2 അല്ല, 3 ബില്യൺ യൂറോസ് എങ്കിലും UK-യിൽ നിന്നും ഡയറക്റ്റ് ഉക്രൈന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം പോകാൻ പോകുന്നു. ഇത് 2030 വരെയും ഞങ്ങൾ അതിനായിട്ടുള്ള പദ്ധതികളിൽ ഉണ്ടെന്ന് ഒരു വലിയ അറിയിപ്പ് കൊടുത്തു. ഇത് മിലിറ്ററി സഹായമല്ല, ഉക്രൈന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഉക്രൈൻ ഇപ്പോൾ യുദ്ധം കാരണം ഒരുപാട് സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ബിൽഡിംഗ്സ് എല്ലാം നശിച്ചിട്ടുണ്ട്. അതെല്ലാം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണം. ഉക്രൈനെ പഴയ രീതിയിൽ കൊണ്ടുവരാനും ഇത്ര വലിയൊരു തുക UK ഉക്രൈന് നൽകും. അതും അടുത്ത 6-7 വർഷം നൽകിക്കൊണ്ടേയിരിക്കും. ഇത് ഉക്രൈൻ എത്രത്തോളം നല്ല കാര്യം എന്ന് ചോദിച്ചാൽ, നേരത്തെ ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കുറ്റാരോപണം യൂറോപ്പിൽ ഉള്ളതിൽ വെച്ച് കൂടുതൽ കറപ്ഷൻ ഉള്ള ഒരു നാട് ഉക്രൈനാണ്. അതുമാത്രമല്ല,
സെലൻസ്കിയുടെ ഭരണം വന്നതിന് ശേഷം സെലൻസ്കി ആയാലും മിലിറ്ററി ഒഫീഷ്യൽസ് ആയാലും എല്ലാവരും അഴിമതി ഒരുപാട് ചെയ്യുന്നതായി യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് നാടുകൾ ഒരു കുറ്റാരോപണം നടത്തി. ഡയറക്റ്റ് ആയുധങ്ങളായി അവർക്ക് സഹായം ചെയ്യുമ്പോൾ ഈ ആയുധങ്ങളെ ബ്ലാക്ക് മാർക്കറ്റിൽ വിട്ട് അതുവഴി വരുന്ന പണം ഇവർ അഴിമതി നടത്തും എന്ന സാഹചര്യത്തെ കാട്ടിലും ഡയറക്റ്റ് പണമായി നൽകുമ്പോൾ അത് കൂടുതൽ അവിടെയുള്ള അധികാരികൾക്ക് അഴിമതി നടത്താനുള്ള സാധ്യത കൂടുതലാണ്. അവർക്കത് എളുപ്പമായി മാറും. നേരത്തെ തന്നെ നാറ്റോ വഴി നൽകിയ സഹായം, അമേരിക്ക വഴി നൽകിയ പണസഹായം ഇവയെല്ലാം നേരിട്ട് അവിടെയുള്ള ജനങ്ങളിൽ ചെന്ന് എത്തിയിട്ടില്ല എന്ന് ഇതിനകം തന്നെ നാറ്റോ ഒരു വാർണിംഗ് ഉക്രൈൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ സഹായം വാങ്ങുന്നു എന്നതല്ലാതെ ഫ്രണ്ട് ലൈൻ വരെയും അത് പോയി ചേരുന്നില്ല. ഒരു ആയുധം വാങ്ങാൻ ആവശ്യമായ പണം ഞങ്ങൾ നൽകുകയാണെങ്കിൽ അത് 100% നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ലൈനിൽ പോകുമ്പോൾ അത് വെറും 20% മാറുന്നു. ഒരു 15% വരെ മാത്രമാണ് ഫ്രണ്ട് ലൈനിലേക്ക് പോകുന്നത് എന്ന് വളരെ വലിയൊരു താക്കീതായിരുന്നു ഉക്രൈൻ അന്ന് കൊടുത്തത്. ഇത് മാത്രമല്ല, ഇപ്പോ മറ്റൊരു പുതിയ കാര്യം സെലൻസ്കി പറഞ്ഞത്, ബൈഡൻ ഭരണത്തിൽ നിന്നും പോകുന്നതിന് മുൻപ് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാന ചർച്ച നടത്തിക്കൂടാ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സമാധാന ചർച്ച വേണ്ട എന്നല്ലേ സെലൻസ്കി പറഞ്ഞത്? സമാധാന ചർച്ച വേണ്ട എന്നല്ല പറഞ്ഞത്, ചർച്ച നടത്തണം, പക്ഷെ റഷ്യ ഇല്ലാതെ ഒരു സമാധാന ചർച്ച നടത്തണം. പക്ഷെ ഇപ്പൊ പറഞ്ഞത് മറ്റു നാടുകൾ സമ്മതിക്കുകയാണെങ്കിൽ, അവരുടെ സമ്മതമുണ്ടെങ്കിൽ റഷ്യയും വിളിച്ച് ഒരു സമാധാന ചർച്ച നടത്താം, അതിന് ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അതിനായിട്ടുള്ള 10 വാലിഡ് പോയിന്റ്സ് ഉണ്ട്. ഞങ്ങളുടെ 10 കീ പോയിന്റ്സും റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ ഒരു സീസ് ഫയർ, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഒരു പുതിയ പദ്ധതി ഇവിടെ സെലൻസ്കി പറഞ്ഞു. നേരത്തെ റഷ്യ വ്ളാഡിമിർ പുടിൻ ഇതിനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, ഈ യുദ്ധം നടത്താൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഞങ്ങളുടെ ഒരേ ഒരു ആവശ്യം, നാറ്റോയ്ക്കുള്ളിൽ ഉക്രൈൻ ചേരാൻ പാടില്ല. യൂറോപ്യൻ യൂണിയനിൽ അവർ പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നാറ്റോ എന്നത് ഒരു മിലിറ്ററി അലയൻസ് ആണ്. അതിനുള്ളിലേക്ക് പോയാൽ അമേരിക്കയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ നാറ്റോ നാടുകളുടെ ട്രൂ മെമ്പേഴ്സ് ഞങ്ങളുടെ ബോർഡറിൽ, റഷ്യ ഉക്രൈൻ ബോർഡറിൽ വന്ന് നിൽക്കും. അത് ഞങ്ങൾക്ക് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ഒരു കാര്യം മാത്രം ഉക്രൈൻ ചെയ്യുകയാണെങ്കിൽ റഷ്യ ഉക്രൈനായിട്ടുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകും. ഉക്രൈൻ ആവശ്യമായ സഹായമെല്ലാം ചെയ്യുമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു സമാധാന ചർച്ചയ്ക്ക് സെലൻസ്കി റഷ്യയെ വിളിച്ചതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു യുദ്ധം ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ഉക്രൈൻ എത്രത്തോളം നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അടുത്ത് പറഞ്ഞ കാര്യം, സെലൻസ്കി പ്രൈം മിനിസ്റ്റർ മോദിയെ ക്രിട്ടിസൈസ് ചെയ്തു. കാരണം അദ്ദേഹം ഡയറക്റ്റ് റഷ്യയിലേക്ക് പോയതും അവിടെ പോയി പുടിനെ ഹഗ് ചെയ്തതും ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു യാത്ര പോയതിനു ശേഷം ഇങ്ങനെ ഒരു ബ്ലഡി വാർ ക്രിമിനലിനെ, ഒരു യുദ്ധക്കുറ്റം ചെയ്ത ഒരാളുമായി എങ്ങനെ നിങ്ങൾക്കൊരു മീറ്റിംഗ് നടത്താം, എങ്ങനെ നിങ്ങൾക്ക് അവരെ ഹഗ് ചെയ്യാൻ തോന്നിയെന്ന് വളരെ മോശമായ വാക്കുകൾ ഉക്രൈനിലുള്ള ഒരുപാട് പേർ, ഉക്രൈന്റെ പ്രധാനമന്ത്രിയും ഇന്ത്യയെ നോക്കി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി ചില വാക്കുകൾ പറഞ്ഞു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പുടിൻ യുദ്ധം നടത്തുന്നു, വാർ ക്രിമിനലാണ്, അവരെ ആരും മീറ്റ് ചെയ്യാൻ പാടില്ല, അവരെ ഒറ്റപ്പെടുത്തണം, ഏതൊരു നാടും അവരുമായി യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ല, ഇതെല്ലാം പറയുന്നു. മറ്റൊരു ഭാഗത്ത് അതുപോലെ ഇസ്രായേൽ ഗാസയുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിന്റെ സൈനികരെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അതിനെതിരെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവർ രണ്ടുപേരും ബാധിക്കപ്പെടുകയാണെങ്കിൽ ആരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്നാൽ 40,000 സിവിലിയൻസ്, പൊതുജനങ്ങൾ മാത്രം ആ ഗാസ എന്ന ചെറിയ സ്ഥലത്തിൽ ഒക്ടോബർ മാസം മുതൽ കഴിഞ്ഞ 1-2 മാസത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ, ഈ 40,000-ൽ 30,000-ഓളം ചെറിയ കുഞ്ഞുങ്ങളാണ്, 15-18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇപ്പോൾ വരെ UN ഒഫീഷ്യൽ കണക്കനുസരിച്ച് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 2014 ഇപ്പോൾ നടക്കുന്നത് മൊത്തത്തിൽ ചേർത്ത് സിവിലിയൻ ഡെത്ത് എന്നത് 5,000 പോലും കഴിഞ്ഞിട്ടില്ല. ഇത് 2 ഭാഗങ്ങളിലുമുള്ള ഡോൺബോസും എല്ലാ ഭാഗങ്ങളിലും ചേർത്തുള്ള ഒരു കണക്കാണ്. ഇത്രയേറെ പേർ മരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ഒരു യുദ്ധക്കുറ്റം തന്നെയാണ്. അത് റഷ്യ ചെയ്തതായാലും ഉക്രൈൻ ചെയ്തതായാലും ആര് ചെയ്തതായാലും അവരും കുറ്റവാളി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൺമുൻപിൽ നടക്കുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഇത്രയേറെ ജനങ്ങളെ ഇസ്രായേൽ കൊന്നു. അതേ ഇസ്രായേലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പക്കൽ നിന്നും അയൺ ഡോം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഒരുപാട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റഷ്യ യുദ്ധ കുറ്റവാളികളാണെങ്കിൽ അതേസമയം ഇസ്രായേലും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പോ ഇസ്രായേലുമായി ആരും ബന്ധം പുലർത്തരുതെന്ന് പറയുമോ? അടുത്ത് നെതന്യാഹു അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു. അവിടെ ബൈഡനുമായി ഒരു ചർച്ച നടത്താൻ പോകുന്നു. അമേരിക്ക വീണ്ടും 500 പൗണ്ട്സ് ഗ്ലൈഡ് ബോംബുകൾ ഇസ്രായേലിന് നൽകാനായിട്ടുള്ള ഒരു അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈഡനെയും ഇതുപോലെ സംസാരിക്കും. ബൈഡനും നെതന്യാഹുവും അവിടെ ചർച്ച നടത്തി. ഒരു വാർ ക്രിമിനലുമായി അമേരിക്കൻ പ്രസിഡന്റ് മീറ്റിംഗ് നടത്തിയോ എന്ന്, ഇതേ കാര്യം അമേരിക്കക്കെതിരെ സെലൻസ്കിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്.
അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഈ F-16 വരവിനെ സംബന്ധിച്ച് അടുത്ത ചില മാസത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാറ്റോ സമ്മിറ്റിൽ മൊത്തം 38 കീ പോയിന്റ് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നാറ്റോയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമാണ്. നാറ്റോ നാടുകളിലും യൂറോപ്യൻ നാടുകളിലെല്ലാം റേഡാർ സ്റ്റേഷൻ, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം, ഇങ്ങനെ എല്ലാം ചേർത്ത് നേരത്തെ അമേരിക്ക ഒരു പ്രോഗ്രാം ഉണ്ട്. അതെങ്ങനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാറ്റോ യൂറോപ്യൻ റീജിയണിനെ തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡാക്കി മാറ്റാനുള്ള അടുത്ത ഘട്ട പദ്ധതികൾ തുടങ്ങി അതിന് ഫണ്ടിങ്ങും നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് നേരത്തെ ഒരു കുറ്റാരോപണം നടത്തിയിരുന്നു. ഈ നാറ്റോ നാടുകളിലെ ഒരുപാട് നാടുകൾ അവരുടെ GDP-യിൽ നിന്നും 2% നാറ്റോയുടെ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കണം, എന്നാൽ അവർ അത് ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു. 3-2 നാടുകൾ നാറ്റോയിലെ ആ ഒരു ക്രൈറ്റീരിയയും കഴിഞ്ഞ്, കാനഡ പോലും ഈ 2% കഴിഞ്ഞ് 18% വരെയും ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് അവർ നൽകിയിട്ടുള്ള ക്രൈറ്റീരിയയിൽ നിന്നും 18% എക്സ്ട്രാ ചെയ്തു എന്ന ഒരു പുതിയ വിവരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നാറ്റോ നാടുകളിലെ ഒരുപാട് നാടുകൾ F-16 വിമാനം ഉക്രൈന് നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഉക്രൈന് കൊടുക്കുന്നത് കൊണ്ട് റഷ്യയുടെ ആക്രമണം ഉക്രൈനെ കൊണ്ട് തടയാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ഉക്രൈന്റെ എയർ സ്പേസിൽ അല്ലെങ്കിൽ റഷ്യയുടെ എയർ സ്പേസിൽ F-16ഉം റഷ്യൻ ഫൈറ്റർ ജെറ്റ്സും ഒരു ഡോഗ് ഫൈറ്റ് നടത്തുമെന്ന് അപ്രൂവൽ കൊടുത്തു. ഇത് ഈ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമായി കാണുന്നു. കാരണം F-16 വേഴ്സസ് റഷ്യൻ ജെറ്റ്സ്, ഈ ഒരു മത്സരമായിരിക്കും ഇതടുത്തൊരു ലോക യുദ്ധമായി മാറുമോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധമായി അവസാനിക്കുമോ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടമായി മാറും. കാരണം ഒരു പക്ഷേ F-16 ഫൈറ്റർ ജെറ്റ്സ് നാറ്റോ ബേസിൽ നിന്നും ടേക്ക് ഓഫ് ആയാൽ തീർച്ചയായും ആ ഒരു ബേസിനെ റഷ്യ അറ്റാക്ക് ചെയ്യും. ഇത്രയും ദിവസം റഷ്യ പറഞ്ഞതിനും ഇപ്പോൾ നൽകുന്ന വാർണിംഗിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി നാറ്റോ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ആകാതെ ഉക്രൈൻ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ആയി റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ, ഒറിജിനൽ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ പോയി എന്തെങ്കിലും ഒരു ആക്രമണം റഷ്യയിൽ ഉക്രൈൻ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് മാറും. ഇപ്പോവരെയും റഷ്യയുടേത് ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനായി മാത്രമാണ് ക്രെംലിൻ ഒഫീഷ്യലായി പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓൾ ഔട്ട് വാറായി ഒരു മുഴുവൻ യുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകുമെന്ന് ക്രെംലിൻ വീണ്ടും ഒരു വാണിംഗ് കൊടുത്തു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. പ്രധാനമായും F-16 യുദ്ധകളത്തിലേക്ക് വന്നാൽ ഉക്രൈന്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുമോ, അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ ഈ വിമാനങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് സെലൻസ്കി പറയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.